ഇത്തരം വിഷയങ്ങൾ ചർവണം ചെയ്യുന്ന ഇത്തരം സദസ്സിലിരുന്നിട്ട് എൻ്റെ സ്ത്രീകളോടും പുരുഷന്മാരോടും ഞാൻ ആവശ്യപ്പെടുകയാണ്, ലളിതമായി വളരെ അനായാസം നമുക്ക് ചെയ്യാൻ കഴിയുന്ന ആ ദീനിന്റെ പൂർണ്ണതയിലേക്കുള്ള നമ്മുടെ നടത്തം ആരംഭിക്കണം. ഒരു സമ്പൂർണ്ണ മുസ്ലിം ആകാൻ കഴിയുമോ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കും. ഇവിടെ നാം ആദ്യം നമ്മുടെ കൽബിൽ കൊടുക്കേണ്ട ഒരു സന്ദേശമുണ്ട്, നമ്മുടെ ഹൃദയത്തിൽ കൊടുക്കേണ്ട സന്ദേശം. ഈ ലോകത്ത് അനായാസം നിർവഹിക്കാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം, ഒരു പൂർണ്ണ മുസ്ലിമാകാൻ കഴിയും, മനുഷ്യന് സാധിക്കും എന്നതാണ്. അതിന് വലിയ കഷ്ടപ്പാടില്ല, ത്യാഗമില്ല, ബുദ്ധിമുട്ടില്ല, പ്രയാസമില്ല, അതൊരു ഭാരമേ അല്ല. അങ്ങനെ ഒരു സന്ദേശം നമ്മുടെ അബോധ മനസ്സിലേക്ക് നാം പ്രവേശിപ്പിക്കണം. അപ്പോ ഉദാഹരണം പറഞ്ഞുതരാം. നിസ്കാരം എത്ര കൊല്ലം നിസ്കരിച്ചോന്റെ കൽബിലും അല്ലോ ഇശാ ബാക്കിയുണ്ടല്ലോ പടച്ചോനെ, രാത്രി ഭക്ഷണം കഴിച്ചിട്ടല്ലോ പടച്ചോനെ എന്ന് ആരും പറയാറില്ല. അതാരും പറയില്ല. നമ്മൾ വേഗം പറയും നിസ്കാരം ബാക്കിയുണ്ട്. അതൊരു തിക്കലായി, ഒരു ഭാരമായി. അതൊരു മുനാഫിക്കിന്റെ സ്വഭാവമല്ലേ? ഓരോ നിസ്കാരത്തെ കുറിച്ചും നമ്മുടെ കൽബിലുള്ള വിചാരം എന്താണ്? ആലോചിക്കട്ടെ. നമ്മൾ ആരെങ്കിലും ഇതുവരെ നിസ്കാരത്തെ പ്രണയിച്ചു ശീലിച്ചോ? കൈകെട്ടിയിട്ട് ചില ആൾ പറയാനുണ്ട്, ഉപ്പ കൈകെട്ടിയാ പിന്നെ കൈകളക്കൂല, ഒരേ നിസ്കാരാണ്. മെല്ലെ അടുത്ത് പോയിട്ട് ഓന്റെ നിസ്കാരത്തെ പരിചയപ്പെട്ടു നോക്കുമ്പോ ഓനിക്ക് നിസ്കരിക്കാനുള്ള താല്പര്യമില്ല, വസ്വാസില ഉള്ളത്. കൈകെട്ടിയിട്ട് തുടങ്ങിയിട്ടേ ഇല്ല, അരമണിക്കൂർ പിന്നിട്ടു. പിന്നെ അവിടെ നിന്ന് റുക്കൂയിലേക്ക് പോയി കിട്ടണമെങ്കിൽ ഫാത്തിഹ എന്ന് പറയുന്ന ഒരു സാധനം കൂട്ടുപെട ആ ചുരത്തിൽ കാണുന്ന ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു കിട്ടണ്ടേ? ഇവനൊരു ചെക്ക് പോസ്റ്റിലുള്ള ഇന്റർവ്യൂവിനേക്കാളും സഹിക്കാൻ കഴിയാത്തതാണ് ഫാത്തിഹ. 7 ആയത്തേ ഉള്ളൂ, പക്ഷെ ആ പാലം കടന്നു കിട്ടുന്നില്ല. അങ്ങനെ വസ്വാസ് കൊണ്ട് താമസിച്ചു പോകുന്ന മനുഷ്യന്മാരുണ്ടെന്നല്ലാതെ ആസ്വദിച്ച് എൻജോയ് ചെയ്ത് നിസ്കരിക്കുന്ന, ശരിക്കും പറഞ്ഞ ഇസ്ലാമിന്റെ എല്ലാ ആരാധനാ കർമ്മങ്ങളെയും ഹൃദയത്തോട് ചേർത്ത് വെച്ച് ആസ്വദിച്ച് അമല് ചെയ്യുന്ന മനുഷ്യന്മാർ എത്ര ഉണ്ടെന്ന് ചോദിച്ചാ, അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ഓനക്ക് എന്തോ ഒരു പോയിന്റ് കുറവുണ്ടോ, ചെറിയ മന്ദബുദ്ധിയാണോ, വേവ് കുറവാണോ, ഒരു 92 മോഡൽ 8 കുറവ്, അങ്ങനെയാണെന്നൊക്കെ ചിന്തിക്കും മനുഷ്യന്മാര്. അല്ലാഹു തആല പരിചയപ്പെടുത്തി തന്ന സർവ്വ അമലുകളെയും അതിലേറ്റവും പ്രധാനപ്പെട്ടതാണല്ലോ നിസ്കാരം. حبب إلي من دنياكم ثلاث الطيب والنساء وجعلت قرة عيني في الصلاة. എനിക്ക് ഏറ്റവും നിങ്ങളുടെ ദുനിയാവിലെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങൾ 3 എണ്ണമാണ്. അത്വീബു എന്ന സുഗന്ധമാണ്, വന്നിസാ 2 എൻ്റെ ഭാര്യമാരാണ്, 3 വജുഇലത്ത് ഖുർറത്തു ഐനി ഫിസ്സലാ നിസ്കാരത്തിലുള്ള എൻ്റെ കൺകുളിർമയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിസ്കാരത്തോട് വല്ലാത്ത ബന്ധമായിരുന്നു. ഒരു നിസ്കാരം മാത്രമല്ല, എല്ലാ അമലുകളോടും തീർന്നാൽ തീരാത്ത ബന്ധമായിരുന്നു, അടുപ്പമായിരുന്നു. നിസ്കരിച്ചിട്ടും നോമ്പ് നോറ്റിട്ടും മറ്റ് അമല് ചെയ്തിട്ടും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കോ തങ്ങളിൽ നിന്ന് ദീൻ പഠിച്ച സ്വഹാബത്തിനോ താബിഈങ്ങൾക്കോ മടുപ്പുണ്ടാകാറില്ല. ബഹുമാന്യരായ കഴിഞ്ഞ ദിവസം വഫാത്തായി പോയ PKP സലാം ഉസ്താദ്, അബ്ദുസ്സലാം ഉസ്താദ് നബ്ബറ അല്ലാഹു മർഖദഹു വനഫഅനാ ബിഉലൂമി, ഇരിക്കൂറിൽ ജോലി ചെയ്യുന്ന കാലം മുതൽ സലാം ഉസ്താദിന് പരിചയമുള്ളവരാണ്. പാലോട്ടുപള്ളിയിലും മട്ടന്നൂരിലുമുള്ള ഒരുപാട് ആളുകൾ, ഉസ്താദുമാരോട് ബന്ധമുള്ളവർക്ക് അന്നേ സലാം ഉസ്താദോട് ബന്ധമുണ്ടാകും. അന്ന് പള്ളിക്ക് കുറ്റിയടിക്കാൻ വരാറുണ്ട്, വീടുകൾക്ക് കണക്ക് നോക്കാൻ വരാറുണ്ട്. സലാം ഉസ്താദിന്റെ യൗവനകാലത്തെ ഉള്ള നിസ്കാരത്തെ കുറിച്ച് അറിയുന്നവർക്കറിയാം. ഫർദ് നിസ്കാരമായാലും സുന്നത്ത് നിസ്കാരമായാലും നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചാൽ പിന്നെ ഉസ്താദിനെ പെട്ടെന്നൊന്നും ഒന്ന് തിരിച്ചു കിട്ടില്ല. വളരെ സാവകാശം. നമ്മൾ ആലോചിക്കട്ടെ, നമ്മുടെ ഇടയിലൊക്കെ ചില മനുഷ്യന്മാരുടെ നിസ്കാരം അത് തുടങ്ങുന്നതേ കാണാറുള്ളൂ, തീരുന്നത് കാണലില്ല. അത് എത്ര വേഗമെന്നറിയോ? എത്ര വേഗം അതിങ്ങനെ പാസ്സായി പോകാറ്, എത്ര പെട്ടെന്നാ. കാരണം നമ്മൾ ഇതിന്റെ ഓരോ ഘട്ടങ്ങളെയും നമുക്കറിയാലോ. മിറാജിന്റെ രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 7 ആകാശങ്ങൾ കടന്നു പോകവേ ഓരോ ആകാശത്തിലെയും മലായികത്തിന്റെ ആരാധനാ കർമ്മങ്ങൾ കണ്ടു. അവരങ്ങനെ
ഇങ്ങനെ പണിയെടുക്കുകയാണല്ലോ. അത്തത്തിസമാ, ആകാശം ഇങ്ങനെ ശബ്ദിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ആകാശത്തിൽ നിന്ന് ശബ്ദം വരുന്നുണ്ട്. എന്തേ കാരണം? ആകാശത്തിൽ മുഴുവനും മലായിക്കത്തുകൾ ഇബാദത്തിലാണ്. 4 വിരൽ വെക്കാനുള്ള സ്ഥലം പോലും ആകാശത്തിലില്ല. ഇല്ലാവ മലക്കുൻ വാളിഉൻ ജബ്ഹതഹു സാജിദൻ ലില്ലാഹ്. അവിടെ മുഴുവനും മലായിക്കത്ത് സുജൂദിലാണ്. ഒക്കെ ഇബാദത്ത് ചെയ്യാൻ, വ്യത്യസ്ത ഇബാദത്ത്, വെറും സുജൂദ് മാത്രമല്ല. വമിൻഹും റാക്കിഊന, ഒരു വിഭാഗം മലായിക്കത്ത് ഒരേ റുകൂഇലാണ്. വമിൻഹും സാജിദൂൻ, വേറെ കുറെ മലായിക്കത്ത് സുജൂദിലാണ്. വമിൻഹും ഖായിമൂൻ, കുറെ മലായിക്കത്ത് നൃത്തത്തിലാണ്. നിൽക്കുന്നവർ റുകൂഇലേക്ക് പോകുന്നില്ല, റുകൂഇലേക്ക് പോകുന്നവർ സുജൂദിലേക്ക് പാസ് ചെയ്യുന്നില്ല. ഒരേ ഘടനയിൽ, ഒരേ ഘട്ടത്തിൽ, ഒരേ ഒരവസ്ഥയിൽ ദീർഘകാലം. എന്തിനേറെ ആ മലായിക്കത്തിന് റബ്ബ് കൽപ്പിക്കുന്ന ആ കൽപ്പന എത്ര കാലമാണോ ആ കാലം മുഴുവൻ നിൽക്കുന്നവരുണ്ട്, റുകൂഅ് ചെയ്യുന്നവരുണ്ട്, സുജൂദ് ചെയ്യുന്നവരുണ്ട്. അള്ളാഹുവിന്റെ മുമ്പിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്തിയപ്പോ ഈ റുകൂഇനെയും ഈ സുജൂദിനെയും ഈ നൃത്തത്തെയും എല്ലാറ്റിനെയും ഒന്ന് കൂട്ടിഘടിപ്പിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല കൊടുത്ത അമൂല്യമായ, ശ്രേഷ്ഠമായ, ഏറെ പ്രതിഫലാർഹമായ പുണ്യകർമ്മമാണ് നിസ്കാരം. ഇന്നത്തെ നമ്മുടെ നിസ്കാരം 1,24,000 അംബിയാ മുർസലീങ്ങൾക്ക് നിസ്കാരം ഉണ്ടായിട്ടുണ്ട്. ഓരോ നിസ്കാരത്തിന്റെയും ഘടന വ്യത്യസ്തങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിസ്കാരം ഇങ്ങനെയാണ്. ഈ നിസ്കാരം നമുക്ക് റബ്ബ് തആല സമ്മാനമായിട്ട് തന്നിട്ട് നമ്മൾ അതിന്റെ ആ പ്യൂരിറ്റി, അതിന്റെ മൂല്യം ചോരാതെ കൊണ്ടു നടക്കണം. ഇത് പറയലല്ല എന്റെ വിഷയം, ഞാൻ ഒരു ഭാഗത്തേക്ക് കയറിപ്പോയതാണ്. ഇസ്ലാമിന്റെ എല്ലാ വിഷയങ്ങളോടും താല്പര്യമുള്ളവരാകണം. റളീനാ ബില്ലാഹി റബ്ബാ വബിൽ ഇസ്ലാമി ദീനാ വബി മുഹമ്മദിൻ നബിയ്യാ. നാം ഹദ്ദാദ് ചൊല്ലുമ്പോൾ ഈ ദിക്ർ ചൊല്ലാറുണ്ട്. രാവിലത്തെ സുബഹി നിസ്കാരത്തിന്റെ ശേഷമുള്ള ഔറാദ് സുബ്ഹിയിൽ ഈ ദിക്ർ കാണാൻ കഴിയും. എന്നാൽ മഹാന്മാരായ സ്വഹാബത്ത് ഈ ദിക്ർ പറഞ്ഞത് എപ്പോഴാണെന്നോ, കലിമ ചൊല്ലി മുസ്ലിം ആയതിനു ശേഷം അവരെപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നൊരു ദിക്റായിരുന്നു ഈ ദിക്ർ. റളീനാ ബില്ലാഹി റബ്ബാ, അല്ലാഹുവിനെ രക്ഷിതാവായി ഞങ്ങൾ പൊരുത്തപ്പെട്ടിരിക്കുന്നു. ഇനി ഞങ്ങൾക്ക് വേറെ രക്ഷിതാവില്ല. ഇനി ലാത്ത ഞങ്ങൾക്ക് വേണ്ട, മനാത്ത വേണ്ട, ഹുബുലുൽ അഅല വേണ്ട, വേറെ ശൈത്വാന്മാരാരും ഇനി ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങളുടെ രക്ഷിതാവ് അല്ലാഹുവാണ്. തീർന്നില്ല. വബിൽ ഇസ്ലാമി ദീനാ, ഇസ്ലാമിനെ ദീനായി ഞങ്ങൾ പൊരുത്തപ്പെട്ടിരിക്കുന്നു. ഇസ്ലാം ദീൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, മനുഷ്യന്റെ നടപടിക്രമം A to Z. പിന്നെ വ്യാഴാഴ്ചയാണ്, നാളെ വെള്ളിയാഴ്ചയാണ്. നഖം മുറിക്കൽ മുതൽ താടി ഒപ്പിക്കൽ മുതൽ, താടി പഠിക്കലല്ലോ കേട്ടോ, അന്ന് കേട്ടേക്കണ്ട. താടി ഒപ്പിക്കൽ മുതൽ, മീശ വെട്ടൽ മുതൽ, കക്ഷം വടിക്കൽ മുതൽ, അല്ലെ, വെള്ളിയാഴ്ചയുടെ മുമ്പ് നിർവഹിക്കേണ്ട കുറെ ഉത്തരവാദിത്തങ്ങളില്ലേ, അതൊക്കെ ദീനാണല്ലോ. ഇസ്ലാമിനെ ദീനായി ഞങ്ങൾ പൊരുത്തപ്പെട്ടിരിക്കുന്നു. ഉള്ളിൽ ഒരു പൊരുത്തുണ്ടാകണം. വാതോട് പൊരുത്തം, തൊപ്പിയോട് പൊരുത്തം, ആലിമീങ്ങളോട് പൊരുത്തം, പള്ളിയോട് പൊരുത്തം, മദ്രസയോട് പൊരുത്തം. കഴിഞ്ഞ ഒരു 2 കൊല്ലത്തെ കൊറോണയുടെ ഇടയിൽ വന്നുകൂടി എന്തെന്നറിയോ, ഈ ഓൺലൈൻ സംസ്കാരം മെല്ലെ മെല്ലെ നമ്മിലേക്കും കയറി വന്നപ്പോ പരസ്യങ്ങൾ വല്ലാത്തൊരു സങ്കടതാണ്. ഇതെല്ലാം കഴിഞ്ഞ ദിവസങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. പരസ്യങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന പെണ്ണിന്റെയും ആണിന്റെയും മൊബൈൽ എടുത്ത് നോക്കിയിട്ട് ഇപ്പൊ ഓൺലൈനിൽ വാളിന്റെ ഇടയിൽ പോലും പെണ്ണ് വരില്ലേ, ഓൺലൈനിൽ വാള് വരികയാണ്, അതിന്റെ ഇടയിലും പെണ്ണ് വരില്ലേ. അപ്പൊ ഇത്തരത്തിലുള്ള സംസ്കാരം, പെണ്ണിനെ കാണുമ്പോ പെണ്ണിന്റെ ജീവിത രീതി അത് ആലോചനയിൽ വരുമല്ലോ. അൽ മർഉ അല്ലെ അലാ ദീനി ഖലീലിഹി എന്നല്ലേ, മനുഷ്യൻ അവന്റെ സുഹൃത്തിന്റെ നടപടിക്രമത്തിന്റെ മേലിലാണെന്ന്. നമ്മളിതിങ്ങനെ കാണുമ്പോൾ ആ സ്വഭാവം നമ്മിലേക്ക് മെല്ലെ വരും, ആഗ്രഹം വരിക, ഒരു പോസ്റ്റ് മോഡേൺ ലൈഫിനോട് താല്പര്യം വരിക, ഉത്തരാധുനിക ജീവിതത്തോട് താല്പര്യം വരിക. അങ്ങനെ വന്ന് നമ്മിൽ പല ആളുകളുടെയും ജീവിതത്തിൽ വലിയ അപജയം എന്ന് പറഞ്ഞാൽ ജുമഅക്ക് പോകാൻ പോലും താല്പര്യമില്ലാത്തവര് കൂടി വരല്ലേ. ഇനി തീരെ നിസ്കരിക്കാത്തവനും ജുമഅക്ക് പോകാറുണ്ടായിരുന്നു, ഇപ്പൊ ജുമഅക്ക് പോകാനും താല്പര്യമില്ലാത്തവരും നമ്മുടെ ഇടയിൽ വരാൻ തുടങ്ങി. അങ്ങനെ എങ്ങനെയെങ്കിലും ഓരോ ദിവസവും നന്നായിട്ടൊന്ന് ജീവിച്ചു പോയാൽ മതി. ഇന്ന് കഴിഞ്ഞു, നാളെ കഴിഞ്ഞു.
അങ്ങനെ വല്ലാതെയൊന്നും ഒരു ഇസ്ലാമിക മൂല്യങ്ങളെ മുറുകെ പിടിക്കണമെന്നുള്ളൊരു ചിന്ത കുറഞ്ഞു വരികയാണ്. ഇതിന്റെ ഒരു മാറ്റം ഇനിയുള്ള ഈ കൊറോണാനന്തര കാലം, കോവിഡാനന്തര കാലം എന്നൊന്നും പറയാനായിട്ടില്ല. എന്നാലും ഈ കോവിഡാനന്തര കാലത്ത് ഈ സമയത്ത് ജീവിക്കുന്ന നമ്മുടെ കൽബില് ഒരു അഴിച്ചുപണി, ഒരു പൂർണ്ണ മുസ്ലിമാകാനുള്ള ത്വര, താല്പര്യം, ആവേശം, അതിനു വേണ്ടിയുള്ള പ്രാർത്ഥന, അതിനു വേണ്ടിയുള്ള അധ്വാനം എല്ലാവരോടും ഞാൻ പറയുന്നതാ. അതാകാതെ ഈ ദുനിയാവിലും ജീവിക്കാൻ കഴിയില്ല, ആഖിറത്തിലും ജീവിക്കാൻ കഴിയില്ല. ഒരു പൂർണ്ണ മുസ്ലിം ആയില്ലെങ്കിൽ ഇവിടെയും ജീവിക്കാം. ഞാൻ പറഞ്ഞത് ഇപ്പോ ഒരു കൊറോണ വന്നു കരുതുക, നമ്മുടെ ഒരുപാട് പ്രിയപ്പെട്ടവർ മരണപ്പെട്ടില്ലേ, അള്ളാഹു നമ്മളെ കാക്കട്ടെ. മെല്ലെ പനി വരാൻ തുടങ്ങി, മൂക്കുന്നിടിക്കാൻ തുടങ്ങി, ശ്വാസം കിട്ടാതാകാൻ തുടങ്ങി. മനസ്സിലെന്താ വരിക? പടച്ചോനെ, എന്തെല്ലോ വിഷയങ്ങളുണ്ട്, കട ഒരുപാടുണ്ട്, മക്കളൊക്കെ ചെറുതാണ്. അങ്കലാപ്പും ആശങ്കയും ഉത്കണ്ഠയും കൽബിൽ വരും. കോളുകൊണ്ട് കടല് പോലെ മനസ്സ് കലുഷമാകും. അപ്പ അറ്റാക്കോ അല്ലെങ്കിൽ വേറെ എന്തെല്ലോ വരും, സ്ട്രോക്കോ അല്ലെ, എങ്ങനെയെങ്കിലും മരണം വരും. അറ്റാക്ക് തന്നെ വരണമെന്നില്ലല്ലോ, ബ്രെയിൻ ബ്രേക്കോ ഹാർട്ട് ബ്രേക്കായി